അത്യുന്നതനാമാത്മാവേ നിത്യസഹായകനേ, അഗ്നിനാളമായി നീ ഞങ്ങളിൽ കത്തിപ്പടരണമേ. അത്യുന്നതനാമാത്മാവേ നിത്യസഹായകനേ, അഗ്നിനാളമായി നീ ഞങ്ങളിൽ കത്തിപ്പടരണമേ. 2033 വത്സരം വന്നു ചേരുവാൻ കാത്തിരിക്കുമീ ദാസരിന്നിതാ പാടാം മഹാജൂബിലി. 2033 വത്സരം വന്നു ചേരുവാൻ കാത്തിരിക്കുമീ ദാസരിന്നിതാ പാടാം മഹാജൂബിലി. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ഇന്ന് ലോക വ്യാപകമായി അനേക രാജ്യങ്ങളിലിരുന്ന് ലക്ഷക്കണക്കിന് ആളുകൾ ഒരേ സമയം ഈ മധ്യസ്ഥ പ്രാർത്ഥനയിൽ പങ്കുചേരുകയാണ്. ഇന്ന് നടക്കുന്ന ഈ ഒരു മധ്യസ്ഥ പ്രാർത്ഥന വേൾഡ് ഇവാഞ്ചലൈസേഷൻ ശുശ്രൂഷകളെ, ലോക സുവിശേഷവൽക്കരണ ശുശ്രൂഷയെ അത്ഭുതവഹമാം വിധം ശക്തിപ്പെടുത്തും, സഹായിക്കും, അഭിഷേകം ചെയ്യും എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഇപ്പോൾ ഇവിടെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ സ്വന്തം വീടുകളിൽ ഇരുന്നാണ് ഈ ശുശ്രൂഷകളിൽ കൂടുന്നെങ്കിലും നിങ്ങൾ ഒറ്റയ്ക്കല്ല. ലക്ഷോപലക്ഷം ആളുകൾ ഈ സമയം തന്നെ ലോകത്തിൻ്റെ അനേക രാജ്യങ്ങളിലിരുന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവിൻ്റെ സന്നിധിയിലേക്ക് പ്രാർത്ഥനകളും യാചനകളും ത്യാഗങ്ങളും ഉപവാസങ്ങളും ഉയർത്തുകയാണ്. ഇതിൽ പങ്കുചേരാൻ നിങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചു എന്നത് മഹോന്നതമായ ഒരു അനുഗ്രഹമാണ്. നിങ്ങൾക്ക് ഇതിൽ സന്തോഷമുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ചേർന്ന് ഉറക്കിയെന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങളുടെ സ്വരം ഉയർത്തി എന്ന് പറഞ്ഞേ പ്രൈസ് ദി ലോർഡ്. പാപശക്തികൾ പടുത്തുയർത്തിയ പ്രസ്ഥാനങ്ങളും കോട്ടകളും കോട്ടക്കൊത്തളങ്ങളും ജെറീക്കോ കോട്ട ഛിന്ന ഭിന്നമായതുപോലെ ഛിന്ന ഭിന്നമാവുകയും ദൈവരാജ്യത്തിൻ്റെ പുതിയ പുതിയ അഭിഷേകങ്ങൾ, ദൈവരാജ്യത്തിൻ്റെ പുതിയ പുതിയ ശുശ്രൂഷകൾ ഈ കാലഘട്ടത്തിന് വേണ്ടി നമുക്കായി തുറക്കപ്പെടുകയും ചെയ്യട്ടെ. ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് നമുക്ക് പാട്ടുപാടി കർത്താവിൻ്റെ പുതിയൊരു അഭിഷേകത്തിന് വേണ്ടി നമുക്ക് ലോകത്തെ സമർപ്പിക്കാം. പാട്ടുപാടി ആരാധിക്കാം. പാപശക്തികപ്പെടുത്തിയെത്തിയ പ്രസ്ഥാനങ്ങൾ തകരട്ടെ, പാപശക്തികപ്പെടുത്തിയെത്തിയ പ്രസ്ഥാനങ്ങൾ തകരട്ടെ. അഭിഷേകാഗ്നിയിൽ എരിഞ്ഞു നീറി ചാമ്പലായി പോകട്ടെ, അഭിഷേകാഗ്നിയിൽ എരിഞ്ഞു നീറി ചാമ്പലായി പോകട്ടെ. കത്തട്ടെ നീ കത്തട്ടെ, കത്തി കത്തി പടരട്ടെ, കത്തട്ടെ നീ കത്തട്ടെ, കത്തി കത്തി പടരട്ടെ. അഭിഷേകത്തിൻ ജ്വാലകളാലെ ഉടലമാകെ നിറയട്ടെ, അഭിഷേകത്തിൻ ജ്വാലകളാലെ ഉടലമാകെ നിറയട്ടെ. ആഗതമാകട്ടെ വേഗം പുതിയ ബന്ധക്കുസ്ത, ആഗതമാകട്ടെ വേഗം പുതിയ ബന്ധക്കുസ്ത, ആഗതമാകട്ടെ വേഗം പുതിയ ബന്ധക്കുസ്ത, ആഗതമാകട്ടെ വേഗം പുതിയ ബന്ധക്കുസ്ത. ഇടത്തോട്ട് വലത്തോട്ട് കൈകളടിച്ച്, കൈകൾ താഴ്ത്തി ഇടത്തോട്ട് വലത്തോട്ട് കൈകളടിച്ച്. ഓ പരിശുദ്ധാത്മാവേ, ദുഷ്ടശക്തികൾ പടുത്തുയർത്തിയ എല്ലാ അന്ധകാരത്തിന്റെ ആധിപത്യങ്ങളും ഇന്മയുടെ ദുഷ്പ്രഭുത്വങ്ങളും ഈ നിമിഷം ദൈവജനം ഒരുമിച്ച് പാട്ടുപാടി ആരാധിക്കുന്ന ഈ നിമിഷം ഛിന്നഭിന്നമാകട്ടെ. ദുഷ്ടശക്തികൾ പകർന്നു നൽകിയ പാഷണ്ഡതകൾ തകരട്ടെ, ദുഷ്ടശക്തികൾ പകർന്നു നൽകിയ പാഷണ്ഡതകൾ തകരട്ടെ. ജ്ഞാനശക്തിയിൽ ഉടഞ്ഞു ചിതറി സർവം നീങ്ങിപ്പോകട്ടെ, ജ്ഞാനശക്തിയിൽ ഉടഞ്ഞു ചിതറി സർവം നീങ്ങിപ്പോകട്ടെ. കത്തട്ടെ നീ കത്തട്ടെ, കത്തി കത്തി പടരട്ടെ, കത്തട്ടെ നീ കത്തട്ടെ, കത്തി കത്തി പടരട്ടെ. അഭിഷേകത്തിൻ ജ്വാലകളാലെ നൂതനമാകെ നിറയട്ടെ, അഭിഷേകത്തിൻ ജ്വാലകളാലെ നൂതനമാകെ നിറയട്ടെ. ആഗതമാകട്ടെ വേഗം പുതിയ ബന്ധക്കുസ്ത, ആഗതമാകട്ടെ വേഗം പുതിയ ബന്ധക്കുസ്ത, ആഗതമാകട്ടെ വേഗം പുതിയ ബന്ധക്കുസ്ത, ആഗതമാകട്ടെ വേഗം പുതിയ ബന്ധക്കുസ്ത, ആഗതമാകട്ടെ വേഗം
സ്വർഗത്തിലേക്ക് ഉയർത്തി. സർവ മക്കൾ ഇപ്പോൾ ദൈവത്തെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവായ ദൈവമേ, ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളിൽ നിന്ന് ഈ സമയം ഈ ആരാധനയിൽ പങ്കുചേർന്ന്, ഈ ശുശ്രൂഷകളിൽ പങ്കുചേർന്ന് ഇന്ന് ദൈവസന്നിധിയിലേക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന ഈ നിഷ്കളങ്ക മക്കളുടെ നിലവിളി കേട്ട് പിതാവേ, ലോകത്തിലേക്ക് ഒരു പുതിയ അഭിഷേകത്തെ തുറക്കണമേ. തളർന്നിരിക്കുന്ന സുവിശേഷകർ ഉണരട്ടെ, തളർന്നിരിക്കുന്ന സുവിശേഷ വേലക്കാർ ഉണരട്ടെ, തളർന്നിരിക്കുന്ന പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ ഉണരട്ടെ, തളർന്നിരിക്കുന്ന ഇടവകൾ ഉണരട്ടെ, തളർന്നിരിക്കുന്ന ഗവൺമെന്റുകൾ ഉണരട്ടെ, ദൈവരാജ്യ വേലക്കാർ ഉയരട്ടെ, ശക്തി നിറയട്ടെ, ജ്വലിക്കട്ടെ, അഭിഷേകം പടരട്ടെ, കൃപ ഉയരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേക ശക്തി, അഭിഷേക ശക്തി, പാപശക്തികൾ പടുത്തുയർത്ത പ്രസ്ഥാനങ്ങൾ ചിഹ്നവനമാകട്ടെ. അഭിഷേകത്തിൽ എരിഞ്ഞു നീർ ചാമ്പലായി പോകട്ടെ, അഭിഷേകത്തിൽ എരിഞ്ഞു നീർ ചാമ്പലായി പോകട്ടെ. കത്തട്ടെ നീ കത്തട്ടെ, കത്തി കത്തി പടരട്ടെ, കത്തട്ടെ നീ കത്തട്ടെ, കത്തി കത്തി പടരട്ടെ. അഭിഷേകത്തിൽ ജ്വാലകളാലെ നൂതനമാകെ നിറയട്ടെ, അഭിഷേകത്തിൽ ജ്വാലകളാലെ നൂതനമാകെ നിറയട്ടെ. ആഗതമാകട്ടെ വേഗം പുതിയ ബന്ധക്രിസ്ത, ആഗതമാകട്ടെ വേഗം പുതിയ ബന്ധക്രിസ്ത. കരങ്ങൾ ഉയർത്തി കൈയടിച്ച് ആഗതമാകട്ടെ വേഗം ആഗതമാകട്ടെ വേഗം പുതിയ ബന്ധക്രിസ്ത. പരിശുദ്ധാത്മാവേ, ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഈ മക്കൾക്ക് ഉണർവ് നൽകണമേ. മടുപ്പ് മന്ദതയും മാറിപ്പോകട്ടെ, ക്ഷീണങ്ങൾ മാറട്ടെ. ഈ ലോകം വരുന്ന കളകൾ ഇപ്പോൾ കത്തിക്കരിഞ്ഞ് ചാമ്പലായി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദുഷ്ടശക്തിക്ക് പകർന്നു നൽകിയ ഭാഷകൾ തകരട്ടെ, ദുഷ്ടശക്തിക്ക് പകർന്നു നൽകി എതിർചിന്തകൾ, മല്ലടിക്കുന്ന ചിന്തകൾ, ദുഷ്ടശക്തിക്ക് പകർന്നു നൽകി മത്സര ചിന്തകൾ വിട്ടുമാറി പോകട്ടെ. ദുഷ്ടശക്തിക്ക് പകർന്നു നൽകി ഭാഷകൾ തകരട്ടെ. ജ്ഞാനശക്തിയിൽ ഉടഞ്ഞു ചെതറി സർവം നീങ്ങിപ്പോകട്ടെ, ജ്ഞാനശക്തിയിൽ ഉടഞ്ഞു ചെതറി സർവം നീങ്ങിപ്പോകട്ടെ. കത്തട്ടെ നീ കത്തട്ടെ, കത്തി കത്തി പടരട്ടെ, കത്തട്ടെ നീ കത്തട്ടെ, കത്തി കത്തി പടരട്ടെ. അഭിഷേകത്തിൽ ജ്വാലകളാലെ നൂതനമാകെ നിറയട്ടെ, അഭിഷേകത്തിൽ ജ്വാലകളാലെ നൂതനമാകെ നിറയട്ടെ. ആഗതമാകട്ടെ ഉയർത്തി കൈയടിച്ച് ആഗതമാകട്ടെ പുതിയ ബന്ധക്രിസ്ത, ആഗതമാകട്ടെ വേഗം പുതിയ ബന്ധക്രിസ്ത, ആഗതമാകട്ടെ വേഗം പുതിയ ബന്ധക്രിസ്ത, പുതിയ ബന്ധക്രിസ്ത, പുതിയ ബന്ധക്രിസ്ത, പുതിയ ബന്ധക്രിസ്ത. ഒരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, പുതിയ അഭിഷേകം, പുതിയ സ്നേഹം, പുതിയ ജ്ഞാനം, പുതിയ വെളിപ്പെടുത്തലുകൾ, പുതിയ ഉൾക്കാഴ്ചകൾ, പുതിയ ശുശ്രൂഷകൾ, പുതിയ ശുശ്രൂഷകർ, പുതിയ ഇടപെടലുകൾ ലോകത്തിലേക്ക് നൽകണമേ പിതാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കുന്നത്, നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ ഇതുപോലെ ഒരുമിച്ച് കൂടി മധ്യസ്ഥം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എങ്ങനെ ആ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്നു എന്നതിനെ കുറിച്ചാണ്. തിരുസഭയ്ക്ക് ഒരാവശ്യം വരുമ്പോൾ, നമ്മുടെ കുടുംബങ്ങളിൽ ഒരാവശ്യം വരുമ്പോൾ, അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ രാജ്യത്തിലെ ശുശ്രൂഷകൾക്ക് ആവശ്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാൻ നിങ്ങൾ കൈയും കെട്ടി വെറുതെ ഇരിക്കണം എന്നുള്ളതല്ല നമ്മുടെ കർത്താവിന് നമ്മളെക്കുറിച്ചുള്ള തിരുഹിതം. ബൈബിളിൽ നമ്മൾ ഇതിന് നിരവധി ഉദാഹരണങ്ങൾ കാണുന്നുണ്ട്. നമ്മൾ ആദ്യമായി മക്കബായരുടെ 2-ാമത്തെ പുസ്തകത്തിലെ 3-ാമത്തെ അധ്യായത്തിലെ ഒരു രംഗമാണ് പരിശോധിക്കുന്നത്. മക്കബായരുടെ 2-ാമത്തെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ ദൈവജനം ഒരു വലിയ പ്രതികൂലത്തെ നേരിടുന്ന ഒരു ഭാഗമാണ്, ഒരു രംഗമാണ് ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ ഓരോ ഭാഗങ്ങൾ വായിച്ച് അതൊന്ന് വിശകലനം ചെയ്യാൻ നമുക്ക് പരിശ്രമിക്കാം. 2 മക്കബായർ 3-ാം അധ്യായത്തിലെ 1ഉം 2ഉം തിരുലിഖിതങ്ങൾ. പ്രധാന പുരോഹിതൻ ഓനിയാസ് ദൈവഭക്തനും തിന്മയെ വെറുക്കുന്നവനുമായിരുന്നതിനാൽ വിശുദ്ധ നഗരത്തിൽ സമാധാനം അന്യൂനമായി നിലനിന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആദ്യം തന്നെ ഒരു കഥാപാത്രത്തെ ബൈബിൾ പരിചയപ്പെടുത്തുകയാണ്, പ്രധാന പുരോഹിതനായ ഓനിയാസ്. അപ്പോൾ പ്രധാന പുരോഹിതനായ ഓനിയാസ് ദേവാലയത്തിന്റെ ചുമതല വഹിച്ച് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അവിടെ ദൈവത്തിന് വലിയ അനുഗ്രഹത്തിലെല്ലാം സമാധാനം പോവുകയാണ്. അപ്പോഴാണ് ഒരു പാഷാണം, അല്ല ഒരു കൃമി, അല്ല ഒരു വികട ബുദ്ധി അതിനുള്ളിൽ നുഴഞ്ഞു കയറുകയാണ്. അതാണ് നമ്മൾ മറ്റൊരു വാക്യത്തിൽ 4-ാമത്തെ വാക്യം, 2 മക്കബായർ 3-ാം അധ്യായം 4-ാമത്തെ വാക്യം. ബെഞ്ചമിൻ ഗോത്രജനായ ശിമയോൻ
ദേവാലയ വിചാരിപ്പുകാരനായി നിയമിക്കപ്പെട്ടപ്പോൾ നഗരത്തിലെ ചന്ത സ്ഥലത്തിൻ്റെ നടത്തിപ്പ് സംബന്ധിച്ച് പ്രധാന പുരോഹിതൻ ഓനിയാസുമായി ഇടഞ്ഞു. ഓനിയാസ് വഴങ്ങാത്തതിനാൽ ശെമയോൻ ദക്ഷിണ സിറിയയുടെയും ഫിനീഷ്യയുടെയും അധിപതിയും സാർസൂസുകാരനുമായ അപ്പോളോണിയൂസിനെ സമീപിച്ചു. ജെറൂസലേമിന്റെ ഭണ്ഡാരം കണക്കില്ലാത്ത പണം കൊണ്ട് നിറഞ്ഞെന്നും അത് ബലിയർപ്പണത്തിന്റെ ഇനത്തിൽപ്പെടുന്നതല്ലെന്നും രാജാവിന്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ കഴിയുമെന്നും അവൻ ദുഷ്ടബുദ്ധി ഉപദേശിച്ചു. പ്രധാന പുരോഹിതനായ ഓനിയാസ് ദൈവഭക്തനും ദൈവത്തിന്റെ വഴികളിൽ നടക്കുന്നതിൽ ദൃഢചിത്തനുമായ ഒരു മനുഷ്യനാണ്. കറയന്യ ദൈവത്തെ അനുഗമിക്കുന്ന വിശുദ്ധനായ മനുഷ്യൻ പ്രധാന പുരോഹിതനായ ഓനിയാസ്. എന്നാൽ വികടബുദ്ധി, കുശാഗ്രബുദ്ധി, ചാണക്യബുദ്ധി എന്നൊക്കെ പറഞ്ഞ മാതിരി ഇതിൻ്റെ ഇടയിൽ തിരികെ കയറി പ്രശ്നം ഉണ്ടാക്കുന്ന ചില ആളുകളുണ്ടല്ലോ. അങ്ങനത്തെ ഒരു ടൈപ്പ് പെട്ടതാണ് ഈ ശെമയോൻ. ശെമയോന്റെ കൈകളിലേക്ക് കാര്യങ്ങൾ പൂർണ്ണ നിയന്ത്രണത്തിൽ വരുത്താൻ വേണ്ടി നോക്കിയപ്പോൾ നീതിനിഷ്ഠനും നിഷ്കളങ്കനും ദൈവഭക്തനുമായ ഈ പ്രധാന പുരോഹിതൻ സമ്മതിച്ചില്ല. അപ്പോൾ അവൻ രാജാവിനെ പോയി സ്വാധീനിച്ചിട്ട് രാജാവിനെ പോയി തൻ്റെ വശത്താക്കിയിട്ട് എങ്ങനെയെങ്കിലും ഈ ഓനിയാസിൻ്റെ സർവശക്തി നശിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ അപ്പോളോണിയൂസ് എന്ന് പറയുന്ന ഭരണാധികാരിയെ സ്വന്തം വശത്താക്കി ഈ വികടബുദ്ധി ശെമയോൻ. അങ്ങനെ അപ്പോളോണിയൂസ് ചില നിർദ്ദേശം കൊടുത്തു. ഈ ജെറൂസലേം ദേവാലയത്തിലെ കർത്താവിൻ്റെ ആലയത്തിലെ സ്വത്തെല്ലാം കണ്ടുകെട്ടാൻ ഈ ഭരണാധികാരി നിർദ്ദേശം കൊടുത്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ആ രാജാവിൻ്റെ അധികാരവുമായിട്ട് ആ അധികാരപത്രവുമായിട്ട് ഈ ദേവാലയത്തിലേക്ക് പരിശോധന നടത്താൻ വേണ്ടി ഇതാ പുറപ്പെട്ടു വരികയാണ്. അതാണ് 8-ാമത്തെ വാക്യം. ഹെലിയോദോറസ് ഉടൻ തന്നെ ദക്ഷിണ സിറിയയിലെയും ഫിനീഷ്യയിലെയും നഗരങ്ങൾ പരിശോധിക്കാൻ എന്ന ഭാവേന പുറപ്പെട്ടു. രാജകൽപ്പന നടപ്പാക്കുകയായിരുന്നു അവൻ്റെ യഥാർത്ഥ ഉദ്ദേശം. ഹല്ലേലൂയ. ഹെലിയോദോറസ് എന്ന് പറയുന്നൊരു ദുഷ്ടനാണ് ഇതിനായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. ശെമയോന്റെ ഈ ഒരു ദൗത്യം പൂർത്തിയാക്കാൻ വേണ്ടി ഇത് മറ്റൊരു കഥാപാത്രത്തെ കൂടെ രംഗത്തേക്ക് കൊണ്ടുവരികയാണ്. ആ കഥാപാത്രത്തിന്റെ പേരാണ് ഹെലിയോദോറസ്. അപ്പോൾ അപ്പോളിയോസ് ചക്രവർത്തിയുടെ നിർദ്ദേശപ്രകാരം കർത്താവിൻ്റെ ആലയത്തിൽ കയറി ഈ സ്വർണവും വെള്ളിയും സർവ്വ നേർച്ച വസ്തുക്കളും പിടുങ്ങിയെടുക്കാനുള്ള, അത് കണക്കിലാണെന്ന ഭാവേന കയറിയിട്ട് മുഴുവനും സ്വന്തമാക്കുക, അങ്ങനത്തെ ഒരു കൗശലമാണ് അവിടെ പ്രയോഗിക്കാൻ പോണത്. അങ്ങനെ ഈ ഹെലിയോദോറസ് ജെറൂസലേം ദേവാലയത്തെ, കർത്താവിൻ്റെ ആലയത്തെ ലക്ഷ്യമാക്കി നീങ്ങി വരികയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനുശേഷം 14-ാമത്തെ വാക്യത്തിൽ പറയാണ്, അവർ ഒരു ദിവസം നിശ്ചയിച്ചു. ആ ദേവാലയത്തെ കവർ ചെയ്യാനും ദേവാലയത്തിൽ കടന്നാക്രമിക്കാനും ദേവാലയത്തെ കീഴ്പ്പെടുത്താനും ദേവാലയ സമസ്ത വസ്തുക്കളെയും അത് അവരുടെ സ്വന്തം ഇഷ്ടത്തിൽ വ്യവഹരിക്കാനൊക്കെ ആയിട്ട് ഒരു ദിവസം നിശ്ചയിച്ചു. അതാണ് 14-15 വാക്യങ്ങൾ. അനന്തരം അവൻ ഒരു ദിവസം നിശ്ചയിച്ച് നിക്ഷേപ പരിശോധനയുടെ മേൽനോട്ടം വഹിക്കാൻ അകത്തു പ്രവേശിച്ചു. നഗരം ദുഃഖത്തിലാണ്ടു. പുരോഹിതന്മാർ ഔദ്യോഗിക വസ്ത്രങ്ങൾ അണിഞ്ഞ് ബലിപീഠത്തിന് മുമ്പിൽ സാഷ്ടാംഗം വീണ് നിക്ഷേപത്തെക്കുറിച്ചും നിയമം നൽകിയ ദൈവത്തോട് അവർ കഠിനമായി കരഞ്ഞ് പ്രാർത്ഥിച്ചു. പ്രധാന പുരോഹിതന്റെ അപ്പോഴത്തെ നില ഹൃദയഭേദകമായിരുന്നു. അവന്റെ മുഖഭാവവും വൈവർണ്യവും ഹൃദയവ്യഥയെ വ്യക്തമാക്കി. അവന്റെ ഹൃദയവേദന കാണുന്നവർക്ക് വ്യക്തമാകത്തക്ക വിധം അവനെ ഭയവും വിറയലും ബാധിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോക്കുക, ഒരു മനുഷ്യനിൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുകയാണ്. കർത്താവിൻ്റെ ആലയം അശുദ്ധമാക്കപ്പെടുന്നതും കർത്താവിൻ്റെ ആലയത്തിൽ ഇതാ സർവ്വ ആളുകളും കയറിറങ്ങി അവിടെ കർത്താവിൻ്റെ നിയമങ്ങൾ ലംഘിക്കപ്പെടുന്നതുമായൊരു സാഹചര്യത്തിലേക്ക് ദൈവത്തിൻ്റെ ജനം നീങ്ങപ്പെട്ടപ്പോൾ ഇതാ ഈ മനുഷ്യൻ്റെ ഉള്ളിലെ ദൈവത്തിൻ്റെ ആത്മാവ് അങ്ങനെ ശക്തി പ്രാപിക്കുകയാണ്. അദ്ദേഹത്തിന് വേദന തോന്നുകയാണ്. അദ്ദേഹത്തിൻ്റെ വൈവർണ്യം, മുഖം വിവർണമായി. അദ്ദേഹത്തിൻ്റെ നില കാണുന്നവർക്ക് ആ ഹൃദയത്തിൻ്റെ വേദന അറിയാൻ തക്കവണ്ണം മുഖഭാവങ്ങളെല്ലാം മാറി. അത്രയും വേദനയും വൈവർണ്യവും കൊണ്ട് നിറഞ്ഞ ഒരവസ്ഥയിലേക്ക് പ്രധാന പുരോഹിതനായ ഓനിയാസിൻ്റെ സ്ഥിതി മാറി. 18-19 തിരുലിഖിതങ്ങൾ. വിശുദ്ധ മന്ദിരം അവഹേളിക്കപ്പെടാൻ പോകുന്നു എന്നറിഞ്ഞ് ജനം തങ്ങളുടെ വീട് വിട്ടിറങ്ങി കൂട്ടമായി പ്രാർത്ഥനയ്ക്ക് വന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജനം കൂട്ടമായി ഒരുമിച്ച് വന്ന് തങ്ങളുടെ മൃദുല വസ്ത്രങ്ങളൊക്കെ മാറ്റി ചാക്ക് വസ്ത്രങ്ങൾ ധരിച്ച് ചാരം പൂശി വലിയ പരിത്യാഗത്തിന്റെ അരൂപിൽ പ്രാർത്ഥന അന്തരീക്ഷത്തിൽ ജനം കൂട്ടമായി സാഷ്ടാംഗം വീണ് നിലത്ത് വീണ് വിലപിച്ച് പ്രാർത്ഥിക്കുന്നതും
പ്രധാന പുരോഹിതൻ ഉത്കണ്ഠയാർന്ന് കഠിന വേദന അനുഭവിക്കുന്നതും അതിദയനീയമായ ഒരു കാഴ്ചയായിരുന്നു. എന്ന് പറഞ്ഞാൽ ദേശത്ത് കർത്താവിന്റെ സഭ ഞെരുക്കപ്പെട്ടപ്പോൾ, ദേശത്ത് കർത്താവിന്റെ ആലയം ആക്രമിക്കപ്പെടുമ്പോൾ, ദേശത്ത് കർത്താവിന്റെ നാമം അവഹേളിക്കപ്പെടുമ്പോൾ, അവിടെ ആദ്യം ഒരു വ്യക്തിയിൽ ഒരു തീ അങ്ങോട്ട് കത്തി, ഒരു വ്യക്തിയിൽ ഒരു ആത്മഭാരം ഉണ്ടായി. അത് കൂടെയുള്ള സഹപുരോഹിതന്മാരിലേക്ക് വ്യാപിച്ചു, അത് ഉടനെ ജനങ്ങളിലേക്ക് വ്യാപിച്ചു. അങ്ങനെ ജനം കൂട്ടമായി വീട് വിട്ടിറങ്ങി വളരെ ഹൃദയവേദയോടെ സാഷ്ടാംഗം വീണ് പ്രാർത്ഥിക്കുന്ന ഒരു രംഗമാണ് 2 മക്കബായർ 3-ാം അധ്യായം 18 മുതൽ 21 വരെയുള്ള തിരുലിഖിതങ്ങളിൽ നാം കാണുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഒരു ആവശ്യം വരുമ്പോൾ, ഒരു പീഡ ഉണ്ടാകുമ്പോൾ, ഒരു സഭയ്ക്കൊരു ഞെരുക്കം വരുമ്പോൾ, സഭ ഒരു അതികഠിനമായ ഒരു പീഡനം അലട്ടുമ്പോൾ, നമ്മൾ വീട്ടിൽ കൈയും കെട്ടിയിരുന്ന അയ്യോ അയ്യോ ഇത് എന്താ ഇങ്ങനെയൊക്കെ വരണത്, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരുന്നാൽ മതിയോ? അങ്ങോട്ടും ഇങ്ങോട്ട് ചോദിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ടോ? അങ്ങോട്ടും ഇങ്ങോട്ടും സഹതാപം പറഞ്ഞുകൊണ്ട് എന്താ കാര്യം? ഇങ്ങനത്തെ ഒരു കാര്യം വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വാളും കുന്തവും കുറുടി എടുക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് ഇതാ ദൈവത്തിന്റെ വചനം നമുക്ക് മുന്നറിയിപ്പ് തരികയാണ്. ജനം കൂട്ടമായി പ്രാർത്ഥനയിലേക്ക് തിരിയുകയാണ്. അവർ ചാക്കൊടുത്ത് ചാരം പൂശുകയാണ്. കന്യകമാർ തങ്ങളുടെ വിശേഷ വസ്ത്രങ്ങളൊക്കെ മാറ്റി ചാക്കൊടുത്ത് അവർ ദൈവത്തിന്റെ ആലയത്തിലേക്ക് ഓടി പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. യുവാക്കന്മാരും കന്യകമാരും കുട്ടികളും മുതിർന്നവരും ജനം കൂട്ടമായി വീട് വിട്ടിറങ്ങി പ്രാർത്ഥനയ്ക്ക് വന്നു. അവർ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത് ഹൃദയഭേദകമായ ഒരു കാഴ്ചയായിരുന്നു. ആ പ്രാർത്ഥനയ്ക്ക് എന്ത് റിസൾട്ട് ഉണ്ടായി? ആ പ്രാർത്ഥനയ്ക്ക് എന്ത് ഉത്തരം ഉണ്ടായി? തുടർന്ന് വചനത്തിൽ നമ്മൾ കാണിക്കുന്നത് ഇങ്ങനെയാണ്. 2 മക്കബായർ 3-ാം അധ്യായം 24-25 വാക്യങ്ങൾ. ഹെലിയോദോറസ് എന്ന് പറയുന്ന ആ മനുഷ്യൻ ദുഷ്ടലാക്കോടെ ദേവാലയത്തിലേക്ക് പ്രവേശിച്ചു. അദ്ദേഹം വിശുദ്ധ സ്ഥലത്തെ സമീപിച്ചു. ഉടൻ തന്നെ, അതാണ് 24 മുതലുള്ള വാക്യങ്ങൾ, അവൻ അംഗരക്ഷകരോടൊത്ത് ഭണ്ഡാരത്തെ സമീപിച്ചപ്പോൾ സകല ശക്തികളുടെയും സമ്രാട്ടും പരമാധികാരിയുമായവൻ അതിമഹത്തായ ശക്തി പ്രകടിപ്പിച്ചു. ഹെലിയോദോറസിനെ അനുഗമിക്കാൻ ധൈര്യം കാണിച്ചവർ ദൈവത്തിന്റെ ശക്തി ദർശിച്ചു സ്തബ്ധരും ഭയചകിതരുമായി. പ്രൗഢമായ കോപ്പുകൾ അണിഞ്ഞ ഒരു കുതിര ഭയാനകമായ മുഖഭാവമുള്ള ഒരുവനെ വഹിച്ചുകൊണ്ട് അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. അത് ഹെലിയോദോറസിന്റെ നേരെ കോപാവേശത്തോടെ പാഞ്ഞു ചെന്നു മുൻകാലുകൾ കൊണ്ട് അവനെ തൊഴിച്ചു. കുതിരപ്പുറത്തിരുന്നവൻ സ്വർണം കൊണ്ടുള്ള പടച്ചട്ടയും ആയുധങ്ങളും ധരിച്ചിരിക്കുന്നതായി കാണപ്പെട്ടു. അസാമാന്യമായ കരുത്തുള്ള അതീവ സുന്ദരന്മാരായ 2 യുവാക്കൾ മനോഹര വസ്ത്രങ്ങൾ അണിഞ്ഞ് ഹെലിയോദോറസിന്റെ ഇരുവശങ്ങളിൽ നിന്ന് അവനെ നിരന്തരമായി പ്രഹരിക്കുന്നതായും കാണപ്പെട്ടു. അവൻ പെട്ടെന്ന് നിലം പതിച്ചു. അന്ധകാരം അവനെ മൂടി. അനുയായികൾ വന്ന് അവനെ എടുത്ത് മഞ്ചലിൽ കിടത്തി. അവർ അവനെ പുറത്തേക്ക് കൊണ്ടുപോയി. വലിയ അകമ്പടിയോടും അംഗരക്ഷകരോടും കൂടി മേൽപ്പറഞ്ഞ ഭണ്ഡാരത്തിൽ ദേവാലയത്തിൽ പ്രവേശിച്ച ഇവൻ അപ്പോൾ തന്നെ തികച്ചും നിസ്സഹായനായി തീർന്നിരിക്കുന്നു. അവർ ദൈവത്തിന്റെ പരമമായ ശക്തിയെ ദർശിച്ചു. ഉറക്കെ പറയാ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ആർക്ക് എന്തും ചെയ്യാവുന്ന ഒരു സ്ഥിതിയല്ലേ ഉള്ളത്? എവിടെ ആർക്ക് എന്തും കയറി ചെയ്യാം, എന്തും കയറി പറയാമെന്നുള്ള ഒരു പ്രത്യേക സ്ഥിതിയല്ലേ ഇന്ന് നിലനിൽക്കുന്നത്? ആര് എന്ത് എവിടെ ചെയ്താലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രാർത്ഥിക്കുന്നവരും ഹൃദയഭാരമുള്ളവരും കർത്താവിന്റെ സന്നിധി സാഷ്ടാംഗം വീണ് കിടക്കുന്നവരുമായ പ്രാർത്ഥിക്കുന്നവരില്ലാതായതുകൊണ്ടല്ലേ ഇങ്ങനെ ഒരു സാഹചര്യം ലോകത്തിൽ തലപൊക്കി വരുന്നത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ നിഷേധികളും ധിക്കാരികളും ദൈവനിന്ദകരും ദൂഷകന്മാരും അവരുടെ അഹങ്കാരം കട്ടപിടിച്ച് പരിശുദ്ധാലയത്തിലേക്ക് അവർ പാഞ്ഞു കയറി. സ്ഥലമേത്, കാലമേത്, ഈ സ്ഥലം ഇടമേത്, ആര് എന്ത് വകതിരിവില്ലാതെ, ഇടം വലം തിരിച്ചറിവില്ലാത്ത പടക്കളത്തേക്കിൽ പായുന്ന കുതിരയെ പോലെ അവരെല്ലാം ഈ പരിശുദ്ധാലയത്തിലേക്ക് ഓടിക്കയറി. എന്നാൽ പ്രാർത്ഥിക്കുന്ന ഒരു ജനം അവിടെ ഉണ്ടായിരുന്നു. ഈ ആലയത്തിന്റെ പരിശുദ്ധിയെ മാനിക്കുന്ന ഒരു ജനം അവിടെ ഉണ്ടായിരുന്നു. അവർ കർത്താവിന്റെ സന്നിധിയിൽ സാഷ്ടാംഗം വീണ് കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ചു. ഹൃദയവതയോടെ പ്രാർത്ഥിച്ചു, ആത്മഭാരത്തോടെ പ്രാർത്ഥിച്ചു, നിഷ്കളങ്കതയോടെ പ്രാർത്ഥിച്ചു, കൂട്ടായ്മയോടെ പ്രാർത്ഥിച്ചു, ഏക മനസ്സോടെ പ്രാർത്ഥിച്ചു. തങ്ങളുടെ സുഖസൗകര്യം ഉപേക്ഷിച്ച് ത്യാഗമെടുത്തവർ പ്രാർത്ഥിച്ചു. എന്താ റിസൾട്ട് ഉണ്ടായത്? സർവ്വനിഷേധികളും നിന്ദകരും ജീവിക്കുന്ന സജീവ ദൈവത്തിന്റെ ശക്തി കാണാൻ തക്കവണ്ണം ദൈവശക്തി അവിടെ വ്യാപരിക്കുന്നത് അവർക്ക് മുമ്പേ പ്രത്യക്ഷപ്പെട്ടു, അവർക്ക് മുമ്പേ കാണുമാറായി.
നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമാനമായ ഒരു അന്തരീക്ഷത്തിലൂടെ അല്ലേ നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തിൽ സഭ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്? ഇത് കണ്ടിട്ട് എനിക്ക് നിങ്ങൾക്കും നിസ്സഹായനായിരിക്കാൻ കഴിയുമോ? നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ സുഖ സൗകര്യങ്ങൾ വിട്ട്, നമ്മുടെ സുഖലോലഭത വിട്ട്, നമ്മുടെ ഉറക്കം വിട്ട്, നമ്മുടെ റെസ്റ്റ് വിട്ട്, എല്ലാം വിട്ട് നാം കൂട്ടമായി പ്രാർത്ഥനയിലേക്ക് തിരിയണം. കർത്താവിന് മുന്നിൽ നമ്മെ തന്നെ വിശുദ്ധീകരിച്ച് നിഷ്കളങ്ക ഹൃദയത്തോടെ ജീവിക്കുന്നവനായി സജീവ ദൈവത്തെ ആരാധിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ജീവിക്കുന്ന ദൈവത്തിന്റെ അത്ഭുത ശക്തി എനിക്ക് നിങ്ങൾക്കും വേണ്ടി, സഭയുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി, സഭയുടെ ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടി, സഭയുടെ ശക്തീകരണത്തിന് വേണ്ടി ഇന്ന് നമ്മുടെ ഈ കാലഘട്ടത്തിൽ തന്നെ വ്യാപരിക്കും എന്ന് ദൈവവചനം നമുക്ക് ഉറപ്പ് തരുന്നുണ്ട്. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോസ്തല പ്രവർത്തനത്തിൽ മറ്റൊരു രംഗം നമ്മൾ കാണുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 12-ാം അധ്യായം. ഹെരോദോസ് എന്ന് പറയുന്ന ഒരു ഭരണാധികാരി യാക്കോബിനെ വാളിനിരയാക്കി. ഇത് യഹൂദന്മാരെ സന്തോഷിപ്പിച്ചെന്ന് കണ്ടപ്പോൾ ഉടനെ തന്നെ പത്രോസ് ലീഗായെ കയറി പിടിച്ചു കെട്ടി തടവറയെ കൊണ്ട് പൂട്ടി. എന്തിനാണ്? അവനെയും വാളിനിരയാക്കണം, യഹൂദന്മാരെ സന്തോഷിപ്പിക്കുക. അങ്ങനെ സ്ലീഗന്മാരെ ഒന്നിനു പിറകെ ഒന്നായി വെട്ടിമുറിക്കുക. ഇതായിരുന്നു ഇവന്റെ ഒരു പദ്ധതി. അങ്ങനെ അപ്പോസ്തല പ്രവർത്തനം 12-ാം അധ്യായം കാണുന്നത് യാക്കോബിനെ വാളിനിരയാക്കിയതിന് ശേഷം പത്രോസ് ലീഗായെ പിടിച്ചു കെട്ടി തടവറയിലിട്ടു. പിന്നീട് അടുത്ത ദിവസം കഴുത്ത് മുറിക്കാൻ അങ്ങനെ തീരുമാനിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ രാത്രി ഒരു സംഭവം ഉണ്ടായി. വിശ്വാസികൾ ഒരുമിച്ച് കൂടി, പ്രാർത്ഥിക്കുന്നവർ ഒരുമിച്ച് കൂടി. അവിടെ 12-ാമത്തെ വാക്യത്തിൽ കാണുന്നത് എങ്ങനെയാണ്? അവർ മർക്കോസ് എന്ന് അപരനാമമുള്ള യോഹന്നാന്റെ അമ്മയായ മറിയത്തിന്റെ വീട്ടിലേക്ക് പോയി. അവിടെ വളരെ പേർ സമ്മേളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പത്രോസ് ലീഗായെ തടവിലിട്ട് പൂട്ടി. എന്നിട്ട് തങ്ങളെ ശിരസേത ഞാൻ കണ്ടിച്ച് മുറിച്ച് കീറി മുറിച്ച് കൊന്നു കളയാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ മർക്കോസ് അപരനാമമുള്ള ആ സഹോദരൻ ശിഷ്യന്റെ വീട്ടിൽ അവരെന്ത് ചെയ്തു? വളരെ പേർ ഓടിക്കൂടി, ഒരുമിച്ച് കൂടി, ഹൃദയവ്യതയോടെ ജീവിക്കുന്ന ദൈവത്തോട് അവർ നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതിന് എന്ത് റിസൾട്ട് ഉണ്ടായി? അതിന് ഉത്തരവുണ്ടായി സഹോദരങ്ങളെ. അതാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോസ്തല പ്രവർത്തനം 12-ാം അധ്യായം 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. പരസ്യ വിചാരണയ്ക്ക് പുറത്തു കൊണ്ടുവരാൻ ഹെരോദോസ് ഉദ്ദേശിച്ചിരുന്ന തലേ രാത്രി പത്രോസ് ഇരുചങ്ങലകളാൽ ബന്ധിതനായി 2 പടയാളികളുടെ മധ്യ ഉറങ്ങുകയായിരുന്നു. പട്ടാളക്കാർ കാരാഗൃഹ വാതിൽക്കൽ കാവൽ നിൽക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് കർത്താവിന്റെ ഒരു ദൂതൻ പ്രത്യക്ഷനായി. ആ മുറിയാകെ പ്രകാശം നിറഞ്ഞു. അവൻ പത്രോസിന്റെ പാർശ്വത്തിൽ തട്ടി ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, വേഗം എഴുന്നേൽക്കൂ. അപ്പോൾ അവന്റെ കൈകളിൽ നിന്ന് ചങ്ങലകൾ താഴെ വീണു. ദൂതൻ അവനോട് പറഞ്ഞു, നീ അരമുറുക്കി പാദരക്ഷകൾ അണിയുക. അവൻ അങ്ങനെ ചെയ്തു. ദൂതൻ വീണ്ടും പറഞ്ഞു, മേലങ്കി ധരിച്ചുകൊണ്ട് എന്റെ പിന്നാലെ വരിക. അവൻ പുറത്തിറങ്ങി ദൂതനെ അനുഗമിച്ചു. എങ്കിലും ദൂതൻ വഴി സംഭവിച്ച ഈ കാര്യം യഥാർത്ഥ്യമാണെന്ന് അവന് തോന്നിയില്ല. തനിക്കൊരു ദർശനം ഉണ്ടായെന്നേ അവൻ കരുതിയുള്ളൂ. അവൻ 1-ാമത്തെയും 2-ാമത്തെയും കാവൽ സ്ഥാനങ്ങൾ പിന്നിട്ടു നഗരത്തിലേക്കുള്ള ഇരുമ്പ് കവാടത്തിലെത്തി. അത് അവർക്കായി സ്വയം തുറന്നു. അവർ പുറത്തു കടന്ന് ഒരു തെരുവ് പിന്നിട്ടപ്പോൾ ദൂതൻ പെട്ടെന്ന് അപ്രത്യക്ഷനായി. അപ്പോഴാണ് പത്രോസിന് പൂർണ്ണ ബോധം വന്നത്. അവൻ പറഞ്ഞു, കർത്താവ് തന്റെ ദൂതനെ അയച്ച് ഹെരോദോസിന്റെ കരങ്ങളിൽ നിന്നും യഹൂദന്മാരുടെ വ്യാമോഹങ്ങളിൽ നിന്നും എന്നെ മോചിപ്പിച്ചിരിക്കുന്നുവെന്ന് ഇപ്പോൾ എനിക്ക് വ്യക്തമായിരിക്കുന്നു. ഈ കാര്യം ഗ്രഹിച്ചപ്പോൾ അവൻ മർക്കോസ് അപരനാമമുള്ള യോഹന്നാന്റെ അമ്മയായ മറിയത്തിന്റെ വീട്ടിലേക്ക് പോയി. അവിടെ വളരെയധികം സഹോദരന്മാർ ഒരുമിച്ച് സമ്മേളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഇങ്ങനെ അടഞ്ഞുകൂടിയിരുന്നത് ഒരു കാര്യവുമില്ല. സഭയ്ക്ക് ജീവൻ വേണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? സഭയിൽ ഉണർവ് വേണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഓരോ പ്രതികൂലത്തിലും സഭ ശരിക്കും ശക്തിയോടെ മുന്നോട്ട് പോകണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ സഹോദരന്മാരെ, സഹോദരിമാരെ, ഒരുമിച്ച് കൂടി ത്യാഗത്തോട് നിഷ്കളങ്കോട് പ്രാർത്ഥിക്കാൻ കർത്താവിന്റെ ആത്മാവ് എന്നെ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. ഇന്ന് ലോകവാസകരമുള്ള സഭ പല പ്രതികൂലങ്ങളെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഇടവയ്ക്ക് ഒരു കുഴപ്പമില്ലെന്ന് വിചാരിച്ച് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങനെ സമാധാനത്തിൽ ഇരിക്കരുത്. വലിയ ഡാം പൊട്ടി വരുമ്പോൾ അവനവൻ്റെ പാടത്തിൻ്റെ വരമ്പ് മാത്രം നോക്കിയിരുന്നാൽ നിങ്ങൾ സുരക്ഷിതമാണെന്ന് നിങ്ങൾ കരുതരുത്.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ട് കരങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിക്കാം. ലോകമാസകൾ സഭയുടെ വേദനയാണ് നെഞ്ചിലേറ്റേണ്ടത്. ലോകമാസങ്ങൾ തിരുസഭ മാതാവിന്റെ ഹൃദയവേദനയാണ് നെഞ്ചിലേറ്റേണ്ടത്. തിരുസഭ മാതാവിന്റെ ഉത്തമ സന്താനങ്ങളായി ഇന്ന് ഈ സമയം നമുക്ക് പ്രാർത്ഥനയിൽ കൈകോർക്കാം, കൈകളെ ഉയർത്താം, മനസ്സ് തുറക്കാം. കർത്താവിന്റെ സന്നിധിയിൽ മനസ്സ് തുറന്ന് ഉറക്കെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ, അത്ഭുത ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. ദുഷ്ടശക്തിക്ക് പകർന്നു നൽകിയ പാഷണ്ഡതകൾ തകരട്ടെ. ദുഷ്ടശക്തിക്ക് പകർന്നു നൽകി പാഷണ്ഡതകൾ തകരട്ടെ. ശക്തിയിൽ ഉടഞ്ഞു ചിതറി സർവം നീങ്ങിപ്പോകട്ടെ. ശക്തിയിൽ ഉടഞ്ഞു ചിതറി സർവം നീങ്ങിപ്പോകട്ടെ. കത്തട്ടെ നീ കത്തട്ടെ, കത്തി കത്തി പടരട്ടെ. കത്തട്ടെ നീ കത്തട്ടെ, കത്തി കത്തി പടരട്ടെ. അഭിഷേകത്തിൻ ജ്വാലകളാണ് ഭൂതലമാകെ നിറയട്ടെ. അഭിഷേകത്തിൻ ജ്വാലകളാണ് ഭൂതലമാകെ നിറയട്ടെ. ആഗതമാകട്ടെ ബന്ധക്കുസ്താ, ആഗതമാകട്ടെ വേഗം പുതിയ ബന്ധക്കുസ്താ. ആഗതമാകട്ടെ വേഗം പുതിയ ബന്ധക്കുസ്താ. ആഗതമാകട്ടെ വേഗം പുതിയ ബന്ധക്കുസ്താ. ഓരോ രാജ്യങ്ങളെയും, ഓരോ ഗ്രൂപ്പുകളെയും, ഓരോ സംഘടനകളെയും ഉണർത്തണമേ. ഓരോ കുടുംബങ്ങളെ ഉണർത്തണമേ. മടുപ്പില്ലാതെ പ്രാർത്ഥിക്കാൻ, തീഷ്ണതയോടെ പ്രാർത്ഥിക്കാൻ, എരിവോടെ പ്രാർത്ഥിക്കാൻ, ലോകം മുഴുവനും കണ്ട് പ്രാർത്ഥിക്കാൻ, സഭ മുഴുവന്റെ വേദന കണ്ട് പ്രാർത്ഥിക്കാൻ പുതിയ അഭിഷേകം നിറയ്ക്കണമേ. ലോകത്തെ അവിടുന്ന് ഉണർത്തണമേ. ദേശാന്തരങ്ങളെ ഉണർത്തണമേ. ജനപദങ്ങളെ ഉണർത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ നന്ദി.